മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ ശീവേലി എഴുന്നള്ളത്ത് ശബരിമല സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കി. ദർശന പുണ്യം പവർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ശബരിമല വിശേഷങ്ങൾ പവർഡ് ബൈ BLM. എല്ലാവർക്കും ഭവനമുള്ള ഇന്ത്യ BLMന്റെ ലക്ഷ്യം. ജനുവരി 15 വൈകിട്ട് 5 മാളികപ്പുറം മണിമണ്ഡപത്തിൽ നിന്ന് സന്നിധാനത്തേക്ക് സ്വാമി അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായി കരുതപ്പെടുന്ന അമ്പലപ്പുഴ സംഘത്തിന്റേതായിരുന്നു ആദ്യ എഴുന്നള്ളത്ത്. സമൂഹ പെരിയോൻ N ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ 250ഓളം പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മണിമണ്ഡപത്തിലെ പൂജാരി പൂജിച്ചു നൽകിയ പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള തിടമ്പും തിരുവാഭരണത്തോടൊപ്പം എത്തിയ കൊടിക്കൂറയും എഴുന്നള്ളിച്ചു. സ്വാമിമാരും മാളികപ്പുറങ്ങളും കർപ്പൂര താലമേന്തി എഴുന്നള്ളത്തിൽ അണിനിരന്നു. 18ാം പടിയിൽ കർപ്പൂര ആരതി നടത്തി ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് മാളികപ്പുറത്ത് ഇറക്കി എഴുന്നള്ളിച്ചു. മാളികപ്പുറത്ത് നിന്ന് തിരികെ എത്തി തിരുവാഭരണം ചാർത്തിയ അയ്യപ്പ വിഗ്രഹം ദർശിച്ച് കർപ്പൂരരാഴി പൂജ നടത്തിയതോടെ 10 നാൾ നീണ്ട അമ്പലപ്പുഴ സംഘത്തിന് ശബരിമല തീർത്ഥാടനത്തിന് സമാപനമായി. മകരവിളക്ക് ദിനത്തിൽ രാവിലെ നെയ്യഭിഷേകവും അത്താഴപൂജയ്ക്ക് മഹാനിവേദ്യവും സംഘം നടത്തി. അമ്പലപ്പുഴ സംഘം പ്രസിഡന്റ് R ഗോപകുമാർ, കരപൊരിയോന്മാരായ സദാശിവൻ പിള്ള, ചന്തു എന്നിവർ നേതൃത്വം നൽകി. അയ്യപ്പസ്വാമിയുടെ പിതൃസ്ഥാനീയരായി കരുതപ്പെടുന്ന ആലങ്ങാട്ട് സംഘത്തിന്റെ കർപ്പൂരത്താലം എഴുന്നള്ളത്തും സന്നിധാനത്ത് നടന്നു. പെരിയോൻ പ്രദീപ് R മേനോൻ സ്വാമിയുടെ നേതൃത്വത്തിൽ അയ്യപ്പനെ ഭജിച്ച് നീങ്ങിയ സംഘം ഭക്തിയുടെ നിറവിൽ ചുവടുവെച്ചു. മാളികപ്പുറത്ത് മണിമണ്ഡപത്തിൽ നിന്നും പൂജിച്ചു വാങ്ങിയ ഗോളകയും കൊടിക്കൂറയും തിരുവാഭരണത്തോടൊപ്പം എത്തിയ തിടമ്പും ചാർത്തിയാണ് കർപ്പൂരത്താലം എഴുന്നള്ളിയത്. ശുഭവസ്ത്രം ധരിച്ച് കർപ്പൂര താലമേന്തി യോഗാംഗങ്ങൾ അണിനിരന്നു. ആലങ്ങാട് ചെമ്പോല കളരിയിലാണ് അയ്യപ്പൻ ആയോധന കല അഭ്യസിച്ചത് ശേഷമാണ് എരുമേലിയിൽ പോയതെന്നാണ് വിശ്വാസം. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ 18ാം പടിയിൽ എത്തിയ ശേഷം പടികൾ കഴുകി കർപ്പൂര പൂജയും ആരാധനയും നടത്തി അയ്യപ്പ ദർശനത്തിന് ശേഷം മാളികപ്പുറത്തേക്ക് മടങ്ങി. സംഘം പ്രസിഡന്റ് സജീവ് കുമാർ തത്തയിൽ, സെക്രട്ടറി രാജു എരുമക്കാട്, രക്ഷാധികാരി ഡോക്ടർ രാജഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.